വെൽക്കം ടു ഓൾ. എല്ലാവർക്കും സീക്രട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം. അപ്പൊ മെയ് 17 സിവിൽ എക്സൈസ് ഓഫീസറിന്റെ എക്സാം വരുന്നുണ്ട് അല്ലേ? അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളും കഴിഞ്ഞോ? എക്സാമിന് വേണ്ടിയിട്ടുള്ള എല്ലാം പഠിച്ചു കഴിഞ്ഞോ? അപ്പൊ നമുക്ക് അതിന് മുമ്പായിട്ട് ഒരു മാതൃകാ ചോദ്യ പേപ്പർ ചെയ്ത് നോക്കിയാലോ? അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ പുതിയ ക്ലാസ്സുകളും അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ക്ലാസ്സുകൾ ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പൂർണ്ണമായും രാഷ്ട്രത്തിന്റെ പണം കൊണ്ട് സംരക്ഷിക്കപ്പെടുന്ന ഏതൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലും മതപരമായ ബോധന നൽകുവാൻ പാടുള്ളതല്ല എന്ന് പരാമർശിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം ഏതാണ്? എന്നാണ് ക്വസ്റ്റ്യൻ. പൂർണ്ണമായും രാഷ്ട്രത്തിന്റെ പണം കൊണ്ട് സംരക്ഷിക്കപ്പെടുന്ന ഏതൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലും മതപരമായ ബോധനം നൽകാൻ പാടില്ല അല്ലെ? ഏതൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലും മതപരമായ ബോധനം നൽകാൻ പാടില്ല എന്ന് പറയുന്ന പരാമർശിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം ഏതാണ്? 28(1) പറയുന്നത് രാഷ്ട്രത്തിന്റെ പണം കൊണ്ട് സംരക്ഷിക്കപ്പെടുന്ന, അതായത് പൂർണ്ണമായും രാഷ്ട്രത്തിന്റെ പണം കൊണ്ട് സംരക്ഷിക്കപ്പെടുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലും മതപരമായ ബോധനം നൽകുവാൻ പാടുള്ളതല്ല എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖലയിലേക്ക് വീശുന്ന ആഗോളവാദം ഏതെന്ന് കണ്ടെത്തുക. ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖലയിലേക്ക് വീശുന്ന ആഗോളവാദം ഏതാണ്? ആഗോളവാദം? പശ്ചിമവാദങ്ങളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അമേരിക്കൻ കോളനികളുടെ സ്വാതന്ത്ര്യം ഇംഗ്ലണ്ട് അംഗീകരിച്ചതുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്നതിൽ ശരിയായത് ഏതാ? അമേരിക്കൻ കോളനികളുടെ സ്വാതന്ത്ര്യം ഇംഗ്ലണ്ട് അംഗീകരിച്ചതുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്നതിൽ ശരിയായത് ഏതാണ്? 1783 പാരീസ് ഉടമ്പടിയാണ് അല്ലെ? 1783 പാരീസ് ഉടമ്പടിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു സമ്പദ് വ്യവസ്ഥ അഭിമുഖീകരിക്കുന്ന അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? അതായത് ഒരു സമ്പദ് വ്യവസ്ഥ അഭിമുഖീകരിക്കുന്ന അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ നമ്മൾ SCRT പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ ഏതാണ് ഇതിൽ വരാത്തത്? എന്ത് ഉൽപ്പാദിപ്പിക്കണം, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം എന്നൊക്കെ പറയുന്ന അടിസ്ഥാന പ്രശ്നങ്ങളാണ് അല്ലെ? എന്നാൽ എപ്പോൾ ഉൽപ്പാദിപ്പിക്കണമെന്ന് അതിൽ വരുന്നില്ല. അപ്പൊ എന്ത് ഉൽപ്പാദിപ്പിക്കണം, എന്ത്, എങ്ങനെ, ആർക്ക് വേണ്ടിയിട്ടാണെന്നല്ലേ അതിന്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സ്റ്റംപ്ഡ് ലൈഫ് ബിഹൈൻഡ് ആൻഡ് ബിയോണ്ട് 22 യാർഡ്സ് ആരുടെ ആത്മകഥയാണ്? സ്റ്റംപ്ഡ് ലൈഫ് ബിഹൈൻഡ് ആൻഡ് ബിയോണ്ട് 22 യാർഡ്സ് അല്ലെ? 22 യാർഡ്സ് ആരുടെ ആത്മകഥയാണ്? ആരുടെ ആത്മകഥയാണ്? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെയ്ദ് കിർമാനിയുടെ ആത്മകഥയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബ്രഹ്മാനന്ദ ശിവയോഗിയുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ തെരഞ്ഞെടുക്കുക. ബ്രഹ്മാനന്ദ ശിവയോഗിയുമായി ബന്ധപ്പെട്ടിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിയേ. പാലക്കാട് ജില്ലയിലെ ആലത്തൂരിൽ ജനനം എന്ന് പറയുന്നത് നിരീശ്വരവാദികളുടെ ഗുരു എന്നറിയപ്പെടുന്നത് ആരാണ്? ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് അല്ലെ? ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് നിരീശ്വരവാദികളുടെ ഗുരു എന്നറിയപ്പെടുന്നത്. സാരഗ്രാഹി എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചിട്ടുണ്ട്. 1918 ആനന്ദ മഹാസഭയ്ക്ക് രൂപം നൽകിയത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. അദ്ദേഹം പാലക്കാട് ജില്ലയിലെ ആലത്തൂരിൽ ജനിച്ചെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് തെറ്റാണ്. അദ്ദേഹം പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോടാണ് ജനിച്ചത്. ആലത്തൂരിനാണ് തന്നിരിക്കുന്നതാണ് തെറ്റ് വരുന്നത്. കൊല്ലങ്കാടാണ് ജനിച്ചത്. നിരീശ്വരവാദികളുടെ ഗുരു എന്നറിയപ്പെടുന്നു. സാരഗ്രാഹി എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചു. 1918 ആനന്ദ മഹാസഭയ്ക്ക് രൂപം നൽകി. അപ്പൊ C ആണ്. 2, 3, 4 ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 1990-കൾക്ക് ശേഷം ഇന്ത്യയുടെ വികസന തന്ത്രം കൂടുതൽ ആശ്രയിച്ചിരുന്നത് ഏത് നയത്തിലാണ്? 1990-കൾക്ക് ശേഷം ഇന്ത്യയുടെ വികസന തന്ത്രം കൂടുതൽ ആശ്രയിച്ചിരുന്നത് ഏത് നയത്തിലാണ്? വിപണി യാന്ത്രികതയും സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തവും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ടീം പരാജയപ്പെടുത്തിയ ആദ്യ യൂറോപ്യൻ ടീം ഏതാണ്? ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ടീം പരാജയപ്പെടുത്തിയ ആദ്യ യൂറോപ്യൻ ടീം ഏതാണ്? ഏതാണ്? എസ്തോണിയ അല്ലെ? എസ്തോണിയാണ് ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ടീം പരാജയപ്പെടുത്തിയ ആദ്യത്തെ യൂറോപ്യൻ ടീം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഉഷ്ണതരംഗം സ്ഥിരീകരിച്ച കേരളത്തിലെ ആദ്യ ജില്ല ഏതാണ്? ഉഷ്ണതരംഗം സ്ഥിരീകരിച്ച കേരളത്തിലെ ആദ്യത്തെ ജില്ല ഏതാണ്? പാലക്കാടാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. തന്നിരിക്കുന്നതിൽ ഏത് ഇന്ത്യൻ സംസ്ഥാനത്താണ് ദ്വിമണ്ഡല നിയമനിർമ്മാണ സംവിധാനം നിലനിൽക്കുന്നത്? ദ്വിമണ്ഡല നിയമനിർമ്മാണ സംവിധാനം തന്നിരിക്കുന്ന ഏതിലാണ്? മഹാരാഷ്ട്രയിലാണ് അല്ലെ? മഹാരാഷ്ട്രയിലാണ് നിലനിൽക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
തന്നിരിക്കുന്ന പർവ്വത ചുരങ്ങളെ സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരത്തിനനുസരിച്ച് അവരോഹണ ക്രമത്തിൽ വിന്യസിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അവരോഹണ ക്രമത്തിൽ ഏതാണെന്നുണ്ടെങ്കിൽ ഏതായിരിക്കും ഓർഡർ വരുന്നത് നോക്കി നോക്കിയേ. ബാരാലാച്ചില, ബാരാലാച്ചിലെ, പിന്നെ ഫോട്ടൂല, പിന്നെ ബുർജുല, പിന്നെ സോജില. എങ്ങനെയാണ് ഇതിന്റെ അവരോഹണ ക്രമം പറയാണ്. ഏതാണ്? ബരാലാച്ചില. ഒന്നാമത്തെ എ ആണ് ആൻസർ വരുന്നത്. ബരാലാച്ചില. അതുപോലെ തന്നെ പിന്നെ വരുന്നത് ഏതാണ്? ഫോട്ടൂല, ബുർജുല, സോജില. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യൂണിയൻ ലിസ്റ്റിൽ പെടാത്തത് ഏത്? തന്നിരിക്കുന്നതിൽ ഏതാണ് യൂണിയൻ ലിസ്റ്റിൽ പെടാത്തത്? ഏതാണ്? തുറമുഖങ്ങൾ, റെയിൽവേ, ഹൈവേകളൊക്കെ എന്നാണ് യൂണിയൻ ലിസ്റ്റിൽ വരുന്നതാണ് അല്ലെ. പൊതുജനാരോഗ്യം എന്ന് പറയുന്നത് യൂണിയൻ ലിസ്റ്റിൽ വരുന്നില്ല. അപ്പൊ ബി ആണ് ആൻസർ വരുന്നത്. പൊതുജനാരോഗ്യം വരുന്ന ഏത് ലിസ്റ്റിലാണ്? സ്റ്റേറ്റ് ലിസ്റ്റിലാണ്. സ്റ്റേറ്റ് ലിസ്റ്റിലാണ് എന്ത് വരുന്നത്? പൊതുജനാരോഗ്യം വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ഗൂഗിൾ നികുതി എന്നറിയപ്പെടുന്ന നികുതി ഏതാണ്? ഗൂഗിൾ നികുതി എന്നറിയപ്പെടുന്ന നികുതി ഏതാണ്? ഏതാണ്? ഇക്വലൈസേഷൻ ലെവി. ഈക്വലൈസേഷൻ ലെവി ആണ് ഗൂഗിൾ നികുതി എന്നറിയപ്പെടുന്ന നികുതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിലെ ഏത് നവോത്ഥാന നായകന്റെ 100ാം ചരമവാർഷികമാണ് മഹാസമാധി വർഷം 2024 എന്ന പേരിൽ ആചരിച്ചത്? ഏത് നവോത്ഥാന നായകന്റെ 100ാം ചരമവാർഷികമാണ് മഹാസമാധി വർഷം 2024 എന്ന പേരിൽ ആചരിച്ചത്? ചട്ടമ്പി സ്വാമി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കാലാവസ്ഥാ മാറ്റം മൂലമുള്ള ദൂഷ്യഫലങ്ങൾ ചെറുക്കുന്ന ഭരണഘടനയുടെ ഏതൊക്കെ അനുച്ഛേദങ്ങൾ പ്രകാരമുള്ള മൗലികാവകാശമാണ് എന്നാണ് അടുത്തിടെ സുപ്രീം കോടതി വിധിച്ചത്? കാലാവസ്ഥാ മാറ്റം മൂലമുള്ള ദൂഷ്യഫലങ്ങൾ ചെറുക്കുന്നത് ഭരണഘടനയുടെ ഏതൊക്കെ അനുച്ഛേദങ്ങൾ പ്രകാരമുള്ള മൗലികാവകാശമാണ് എന്നാണ് അടുത്തിടെ സുപ്രീം കോടതി വിധിച്ചത്? ഏതാണ്? 14 21 അനുച്ഛേദങ്ങളാണ് കാലാവസ്ഥാ മാറ്റം മൂലമുള്ള ദൂഷ്യഫലങ്ങൾ ചെറുക്കുന്ന ഭരണഘടനയുടെ അനുച്ഛേദങ്ങൾ പ്രകാരമുള്ള മൗലികാവകാശമാണെന്ന് സുപ്രീം കോടതി വിധിച്ചത്. ആർട്ടിക്കിൾ 14 ആർട്ടിക്കിൾ 21 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മെച്ചപ്പെട്ട വിദേശ ഭരണത്തെക്കാൾ നല്ലത് തദ്ദേശീയരുടെ മെച്ചമല്ലാത്ത ഭരണമാണെന്ന് എന്താണ് പറയുന്നത്? മെച്ചപ്പെട്ട വിദേശ ഭരണത്തെക്കാൾ നല്ലത് തദ്ദേശീയരുടെ മെച്ചമല്ലാത്ത ഭരണമാണെന്ന് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഇത് പറഞ്ഞത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആരാണ് പറഞ്ഞത്? അങ്ങനെ പറഞ്ഞത് ആരാണ്? ബാലഗംഗാധർ തിലക് കേട്ടോ. ബാലഗംഗാധർ തിലകാണ് പറഞ്ഞത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ വേവൽ പ്രഭുവിന്റെ ഭരണകാലത്ത് സംഭവിച്ച കാര്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? വേവൽ പ്രഭുവിന്റെ ഭരണകാലത്ത് സംഭവിച്ച കാര്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ചെങ്കോട്ടയിലെ INA ട്രയൽ, ബോംബെ നാവിക കലാപം, ക്യാബിനറ്റ് മിഷന്റെ ഇന്ത്യ സന്ദർശനം ഒക്കെ എന്താണ്? വേവൽ പ്രഭുവിന്റെ ഭരണകാലത്ത് സംഭവിച്ചിട്ടുള്ളതാണ്. 2ാം ലോക മഹായുദ്ധം ആരംഭം ഇതിൽ വരുന്നില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദളിത് ബന്ധു എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന 2024 മാർച്ചിൽ അന്തരിച്ച ചരിത്ര പണ്ഡിതനും എഴുത്തുകാരനുമായിരുന്ന വ്യക്തി ആരാണ്? ദളിത് ബന്ധു എന്നറിയപ്പെട്ടിരുന്ന ആരാണ്? NK ജോസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ തന്നിരിക്കുന്ന ശരിയായവ തിരഞ്ഞെടുക്കുക. ഭാഗം 3ലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് പറയുന്നത് മൗലിക അവകാശങ്ങൾ. ശരിയാണല്ലേ? ഭാഗം 3ലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. റഷ്യൻ ഭരണഘടനയിൽ നിന്നും കടം കൊണ്ടതാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. റഷ്യൻ ഭരണഘടനയിൽ നിന്നും കടം കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അമേരിക്കയിൽ നിന്നാണ് അല്ലേ കടമെടുത്തിരിക്കുന്ന മൗലിക അവകാശങ്ങൾ. അപ്പൊ ഇതാണ് തെറ്റ് വരുന്നത്. ഇനി ന്യായവാദാർഹമായതാണ്. ശരിയാണല്ലോ. സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. അതും ശരിയാണ്. 1, 3, 4 ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു ഭൂപടത്തിന്റെ തോത് 1 സെന്റിമീറ്ററിനെ 2 കിലോമീറ്റർ എന്ന് സൂചിപ്പിക്കുന്നു. തന്നിരിക്കുന്ന ഏത് അംശബന്ധ ഒരു തോത് രീതിയാണ് പ്രസ്താവനയെ ശരിയായി പ്രതിനിധാനം ചെയ്യേണ്ടത്? 1 സെന്റിമീറ്റർ 2 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ഏത് തോതാണ് അവിടെ ശരിയായിട്ടുള്ളതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതാണ് 1. C ആണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദാരിദ്ര്യരേഖ നിർണ്ണയിക്കുന്നതിനായി നഗരപ്രദേശങ്ങളിൽ പ്രതിദിനം എത്ര കലോറിയിൽ താഴെ പോഷണം ജനങ്ങൾക്ക് ലഭിക്കണമെന്നാണ് ആസൂത്രണ കമ്മീഷൻ കണക്കാക്കുന്നത്? ദാരിദ്ര്യരേഖ നിർണ്ണയിക്കുന്നതിനായി നഗരപ്രദേശങ്ങളിലാണ് ചോദിച്ചിരിക്കുന്നത്. നഗരപ്രദേശങ്ങളിൽ പ്രതിദിനം എത്ര കലോറിയിൽ താഴെ പോഷണം ജനങ്ങൾക്ക് ലഭിക്കണമെന്നാണ് ആസൂത്രണ കമ്മീഷൻ കണക്കാക്കുന്നത്. എത്രയാണ്? 2100 കലോറിയാണ്. 2100 കലോറിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം.
രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനിയുടെ സോവിയറ്റ് ആക്രമണത്തിന് നൽകപ്പെട്ട രഹസ്യനാമം എന്താണ്? രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനിയുടെ സോവിയറ്റ് ആക്രമണത്തിന് നൽകപ്പെട്ട രഹസ്യനാമം എന്താണ്? ഏതാണ്? ഓപ്പറേഷൻ ബാർബറോസ. ഓപ്പറേഷൻ ബാർബറോസ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അഭിഭാഷകയായിരിക്കെ നേരിട്ട് സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യ വനിത ആരാണ്? അഭിഭാഷകയായിരിക്കെ നേരിട്ട് സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യ വനിത ആരാണ്? ഇന്ദു മൽഹോത്ര. ഇന്ദു മൽഹോത്ര. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ കാർഷികോൽപ്പന്നങ്ങൾക്കായി ഒരു രാജ്യം ഒരു വിപണി എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യൻ സർക്കാർ സൃഷ്ടിച്ച വ്യാപാര പ്ലാറ്റ്ഫോം ഏതാണ്? ഒരു രാജ്യം ഒരു വിപണി എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യൻ സർക്കാർ സൃഷ്ടിച്ച വ്യാപാര പ്ലാറ്റ്ഫോം ഏതാണ്? ഏതാണ്? ഈനാം. ഈനാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കേരള സർവകലാശാല പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ചുവന്ന മനുഷ്യൻ എന്ന നോവൽ എഴുതിയത് ആരാണ്? ചുവന്ന മനുഷ്യൻ എന്ന നോവൽ എഴുതിയത് ആരാണ്? ആരാണ്? കോട്ടയം പുഷ്പനാഥ്. കോട്ടയം പുഷ്പനാഥ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഭിന്നശേഷി വ്യക്തികൾക്കും ഭിന്നശേഷിക്കാരായ മാതാപിതാക്കളുടെ പെൺമക്കൾക്കും സാമൂഹിക നീതി വകുപ്പ് മുഖാന്തരം വിവാഹത്തിന് ധനസഹായം നൽകുന്ന പദ്ധതി ഏതാണ്? ഭിന്നശേഷി വ്യക്തികൾക്കും ഭിന്നശേഷിക്കാരായ മാതാപിതാക്കളുടെ പെൺമക്കൾക്കും സാമൂഹിക നീതി വകുപ്പ് നൽകുന്ന വിവാഹത്തിന് ധനസഹായം നൽകുന്ന പദ്ധതി ഏതാണ്? ഏതാണ്? പരിണയം. പരിണയം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. തന്നിരിക്കുന്ന പ്രസ്താവനകളിലൂടെ ശരിയായത് തെരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ശരിയായത് നോക്കാം. അസ്ഥികളേക്കാൾ മൃദുവായതും മഴക്കമുള്ളതുമായ യോജിച്ചകലയാണിത്. അസ്ഥികളേക്കാൾ മൃദുവാണ് വഴക്കമുള്ളതുമായുള്ള യോജിച്ചകലയാണിതെന്ന് പറയുന്നത്. അസ്ഥിസന്ധികളിലെ ഘർഷണം കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട്. ഇവയിൽ രക്തക്കുഴലുകളോ നാഡികളോ ഇല്ല. രക്തക്കുഴലുകളുടെ അഭാവം മൂലം ഇവ ഇതര കലകളേക്കാൾ സാവധാനത്തിലാണ് വളരുന്നത്. ഏതാണ് തന്നിരിക്കുന്നതിൽ? ഏതാണ്? തരുണാസ്ഥിയാണല്ലേ. തരുണാസ്ഥി എന്ന് പറയുന്നത് അസ്ഥികളേക്കാൾ മൃദുവാണ്, വഴക്കമുള്ളതാണ്, ഒരു യോജിച്ചകലയാണ്. അതുപോലെ തന്നെ ഘർഷണം കുറയ്ക്കാനാണ് സഹായിക്കുന്നത്. അതുപോലെ രക്തക്കുഴലുകളോ നാഡികളോ ഒന്നുമില്ല. രക്തക്കുഴലുകളുടെ അഭാവം മൂലം ഇവ ഇതര കലകളേക്കാൾ സാവധാനത്തിലാണ് വളരുന്നത്. തരുണാസ്ഥി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. തന്നിരിക്കുന്നതിൽ നിന്നും ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഒരു വ്യക്തിക്ക് ശ്വസിക്കാൻ കഴിയുന്ന പരമാവധി വായുവിന്റെ അളവാണ് വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്. ശരിയാണല്ലോ. ഒരു വ്യക്തിക്ക് ശ്വസിക്കാൻ കഴിയുന്ന പരമാവധി വായുവിന്റെ അളവിനെയാണ് വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഇത് പുരുഷനിൽ 4.5 ലിറ്ററും സ്ത്രീയിൽ 3 ലിറ്ററുമാണ്. ശരിയാണ്. പുരുഷനിൽ 4 ലിറ്ററും സ്ത്രീയിൽ 3 ലിറ്ററുമാണ്. വൈറ്റൽ കപ്പാസിറ്റി കുറയുന്നത് ശ്വാസകോശ രോഗങ്ങളുടെ ലക്ഷണമാകാം. വൈറ്റൽ കപ്പാസിറ്റി കുറയുന്നത് ശ്വാസകോശ രോഗങ്ങളുടെ ലക്ഷണമാകാം. അതും ശരിയാണ്. അപ്പൊ എല്ലാം ശരിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ചേരുംപടി ചേർക്കുക. കോളം 1 കോളം 2 തമ്മിൽ യോജിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഉളുക്ക്, ഓസ്റ്റിയോപൊറോസിസ്, പേശീക്ഷയം, റുമാറ്റോയിഡ് ആർത്രൈറ്റിസ് എന്നിവയാണ് നൽകിയിരിക്കുന്നത്. നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള പറഞ്ഞു പോകാം. പ്രതിരോധ ശക്തി നൽകുന്ന കോശങ്ങൾ തരുണാസ്ഥിയിൽ ഉണ്ടാക്കുന്ന നാശത്തെയാണ് എന്ന് പറയുന്നത്. തരുണാസ്ഥിയിൽ ഉണ്ടാക്കുന്ന നാശത്തെയാണ് റുമാറ്റോയിഡ് ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. റുമാറ്റോയിഡ് ആർത്രൈറ്റിസ് എന്ന് വെച്ചാൽ എന്താണ്? പ്രതിരോധ ശക്തി നൽകുന്ന കോശങ്ങൾക്ക് ഉണ്ടാകുന്ന നാശം. കോശങ്ങളുടെ തരുണാസ്ഥിയിൽ ഉണ്ടാകുന്ന നാശത്തെയാണ് പറയുന്നത്. ഇനി ജീനുകളിൽ ഉണ്ടാകുന്ന മാറ്റത്തെയാണ് പേശീക്ഷയം എന്ന് പറയുന്നത്. ജീനുകളിൽ ഉണ്ടാകുന്ന മാറ്റത്തെയാണെന്ന് പറയുന്നത് പേശീക്ഷയം എന്ന് പറയുന്നത്. ലിഗ്മെന്റുകൾ വലിയുകയോ പൊട്ടുകയോ ചെയ്യാൻ എന്ന് പറയും ഉളുക്ക് എന്ന് പറയും. ലിഗ്മെന്റുകൾ വലിയുകയാണ് പൊട്ടുകയാണ് ചെയ്യുന്നതെങ്കിൽ ഉളുക്ക് എന്ന് പറയും. പ്രോട്ടീൻ, കാൽസ്യം, വൈറ്റമിൻ ഡി എന്നിവയുടെ അഭാവത്തെയാണ് ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറയുന്നത്. പ്രോട്ടീൻ, കാൽസ്യം, വൈറ്റമിൻ ഡി എന്നിവയുടെ അഭാവത്തെയാണ് ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മന്ത്രിമാരുടെ കൗൺസിലിന്റെ വലിപ്പം അംഗങ്ങളുടെ 15% പരിമിതപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഇതാണ്. മന്ത്രിമാരുടെ കൗൺസിലിന്റെ വലിപ്പം അംഗങ്ങളുടെ 15% പരിമിതപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഇതാണ്. എപ്പോഴും ചോദിച്ചു കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണല്ലോ. ഏതാണ്? 91ാം ഭേദഗതിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. AB രക്തഗ്രൂപ്പുള്ള വ്യക്തികൾ സാർവത്രിക സ്വീകർത്താവ് എന്ന് വിളിക്കപ്പെടാൻ കാരണം അവരുടെ രക്തത്തിൽ എന്താണ്? ആന്റിജൻ ഇല്ലാത്താണോ ആന്റിബോഡി ഇല്ലാത്താണോ ആണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് വരുന്നത്? പ്ലാസ്മയിലെ ആന്റിബോഡി എയും ബിയും ഉണ്ടായിരിക്കില്ല. പ്ലാസ്മയിൽ ആന്റിബോഡി എയും ബിയും ഉണ്ടായിരിക്കില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ആതിഥേയത്വം വഹിച്ച ജില്ല ഏതാണ്? 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ആതിഥേയത്വം വഹിച്ച ജില്ല ഏതാണ്? കൊല്ലം ജില്ലയാണ്. നെക്സ്റ്റ്. വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? അസെറ്റിക് ആസിഡ് ആണ്. പ്രവൃത്തിയുടെ യൂണിറ്റ് എന്താണ്? പ്രവൃത്തിയുടെ യൂണിറ്റ് എന്താണ്? ജൂൾ ആണല്ലേ. പ്രവൃത്തിയുടെ യൂണിറ്റ് ജൂൾ ആണ്. പൂർണ്ണമായും സ്വകാര്യ മേഖലയിൽ നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യത്തെ മിലിറ്ററി ഗ്രേഡ് ജിയോ സ്പേഷ്യൽ ഉപഗ്രഹം ഏതാണ്? പൂർണ്ണമായും സ്വകാര്യ മേഖലയിൽ നിർമ്മിച്ച
ഇന്ത്യയിലെ ആദ്യത്തെ മിലിറ്ററി ഗ്രേഡ് ജിയോ സ്പെഷ്യൽ ഉപഗ്രഹം ഏതാണ്? ഏതാണ്? T-SAT-1A. T-SAT-1A. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കോപ്പർ സൾഫേറ്റ് എന്ന രാസനാമം സൂചിപ്പിക്കുന്ന എന്താണ്? കോപ്പർ സൾഫേറ്റ് എന്ന് വെച്ചാൽ എന്താണ്? തുരിശാണല്ലേ, തുരിശാണ് കോപ്പർ സൾഫേറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്നതിൽ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിക്കുന്നതിനുള്ള യോഗ്യത എന്താണ്? 35 വയസ്സ് പൂർത്തിയായിരിക്കണം എന്ന് പറയുന്നുണ്ട്. 35 വയസ്സ് പൂർത്തിയായിരിക്കണം. അതുപോലെ തന്നെ ലോകസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നതിനുള്ള യോഗ്യത ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അത് തെറ്റാണ് അല്ലെ? അത് തെറ്റാണ് വരുന്നത്. ഉപരാഷ്ട്രപതി ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കാനുള്ള യോഗ്യത ഉണ്ടാവണം എന്നുള്ളത് തെറ്റാണ്. 35 വയസ്സാണെന്ന് പറയുന്നത് ശരിയാണ്. ഇന്ത്യൻ പൗരനായിരിക്കണം. അതുപോലെ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റിന് കീഴിൽ പ്രതിഫലം പറ്റുന്ന ഉദ്യോഗസ്ഥനായിരിക്കുവാൻ പാടില്ലെന്ന് പറയുന്നതും ശരിയാണ്. നമുക്ക് തെറ്റ് വരുന്നത് ഏതാണ്? 2 തെറ്റ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏത് ധാതുവിന്റെ നിക്ഷേപമാണ് കേരളത്തിലെ കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരത്തുള്ളത്? ഏത് ധാതുവിന്റെ നിക്ഷേപമാണ് കേരളത്തിലെ കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരത്തുള്ളത്? ഏത് ധാതുവാണ്? ബോക്സൈറ്റ് ആണ് അല്ലെ? ബോക്സൈറ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബഹിരാകാശ വിനോദസഞ്ചാരിയായ ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണ്? ബഹിരാകാശ വിനോദസഞ്ചാരിയായ ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണ്? ഗോപി തോട്ടക്കുറ. ഗോപി തോട്ടക്കുറ. വിനോദസഞ്ചാരിയായ ആദ്യത്തെ ഇന്ത്യക്കാരനാണ് ഗോപി തോട്ടക്കുറ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, രാസസൂര്യൻ എന്നറിയപ്പെടുന്നത് തന്നിരിക്കുന്നതിൽ ഏതാണ്? രാസസൂര്യൻ എന്നറിയപ്പെടുന്ന ഏതാണ്? മെഗ്നീഷ്യം ആണ്. മെഗ്നീഷ്യത്തെയാണ് രാസസൂര്യൻ എന്നറിയപ്പെടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോസിലുകളുടെയും ജീവവസ്തുക്കളുടെയും കാലപ്പഴക്കം നിർണ്ണയിക്കുന്ന രീതി ഏതാണ്? ഫോസിലുകളുടെയും ജീവവസ്തുക്കളുടെയും കാലപ്പഴക്കം നിർണ്ണയിക്കുന്ന രീതി ഏതാണ്? കാർബൺ 14. കാർബൺ 14. ഓൾ ഇന്ത്യ മലേറിയ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഓൾ ഇന്ത്യ മലേറിയ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. ന്യൂഡൽഹിയിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആരുടെ നോവലാണ് വല്ലി? വല്ലി എന്ന് പറയുന്നത് ആരുടെ നോവലാണ്? ആരുടെയാണ്? ഷീല ടോമി. കാനഡ ഭരണഘടനയിൽ നിന്നും ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ട ആശയങ്ങൾ ചുവടെ ചേർക്കുന്നതിൽ ശരിയായത് ഏതാണ്? കാനഡയിൽ നിന്നും കടമെടുത്തിരിക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. അർദ്ധ ഫെഡറൽ സമ്പ്രദായം, അതുപോലെ അവശിഷ്ട അധികാരങ്ങൾ എന്ന ആശയമൊക്കെ കാനഡയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. അർദ്ധ ഫെഡറൽ സമുദായം, അവശിഷ്ട അധികാരങ്ങളൊക്കെ കാനഡയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. നിർദ്ദേശ തത്വങ്ങൾ എവിടെ നിന്നാണ്? കമന്റ് ചെയ്യുക. നിർദ്ദേശ തത്വങ്ങൾ എവിടെ നിന്ന് കടമെടുത്തിരിക്കുന്നതാണ് കമന്റ് ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലോല ഏത് വിളയുടെ സങ്കലനമാണ്? ലോല എന്ന് പറയുന്നത് ഏതാണ്? ഏത് വിളയുടെ സങ്കലനമാണ്? തന്നിരിക്കുന്നത് ഏതാണ്? പയറിനെയാണ് അല്ലെ? പയറിനെയാണ്. ലോല മാലിക എന്നൊക്കെ പറയുന്ന ഏതിനെയാണ്? പയറിലെ സങ്കലനമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വനം വകുപ്പിന്റെ കീഴിൽ കടലാമകളെ സംരക്ഷിക്കുന്ന മുതിയം കടൽ തീരം കേരളത്തിലെ ഏത് ജില്ലയിലാണ്? മുതിയം കടൽ തീരം എന്ന് പറയുന്നത് ഏതാണ്? കടലാമയെ സംരക്ഷിക്കുന്ന കടൽ തീരമാണ്. അത് തന്നിരിക്കുന്നതിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? മലപ്പുറം ജില്ലയിലാണ് അല്ലെ? മുതിയം കടൽ തീരം സ്ഥിതി ചെയ്യുന്ന മലപ്പുറം ജില്ലയിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിഷ്ണു കൃഷ്ണ ചിത്ലിങ്കർ നിബന്ധമാല എന്ന കൃതി രചിച്ചത് ഏത് ഭാഷയിലാണ്? നിബന്ധമാല എന്ന കൃതി രചിച്ചത് ഏത് ഭാഷയിലാണ്? മറാത്തി ഭാഷയിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആരാണ്? ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആരാണ്? അൽഫോൻസ ഡി അൽബുക്കർക്ക്. അൽഫോൻസ ഡി അൽബുക്കർക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇവയിൽ അമൃത ഷെർഗിലിന്റെ ചിത്രം ഏതാണ്? അമൃത ഷെർഗിലിന്റെ ചിത്രം ഏതാണ്? അമൃത ഷെർഗിലിന്റെ ചിത്രം എന്ന് പറയുന്നത് ഇതാണ്. അതില് ഗ്രാമീണ ജീവിതം. ഈസ്റ്റിങ്സിനെ സംബന്ധിച്ച് ചില പ്രസ്താവനകൾ തന്നിരിക്കുന്നു. ശരിയായവ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈസ്റ്റിങ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. നോക്കാം. വടക്ക് തെക്ക് ദിശയിൽ വരച്ചിട്ടുള്ള രേഖകളെയാണ് എന്ന് പറയുന്നത് ഈസ്റ്റിങ്സ് എന്ന് പറയുന്നത്. അപ്പൊ കിഴക്ക് പടിഞ്ഞാറ് എന്ന് പറയുന്നത് തെറ്റാണല്ലേ? ധരാതലീയ ഭൂപടത്തിൽ കാണപ്പെടുന്നു എന്ന് പറയുന്നുണ്ട്. ധരാതലീയ ഭൂപടത്തിൽ കാണപ്പെടുന്നു എന്ന് പറയുന്നത് ശരിയാണ്. ഇനി മൂല്യം രേഖപ്പെടുത്താറില്ല എന്ന് പറയുന്നത് തെറ്റാണ്. നമുക്ക് ശരിയായിട്ടുള്ള ഏതൊക്കെയാണ്? 1, 3 ശരി വരുന്നത്. 3 ശരി വരുന്നത്. നെക്സ്റ്റ് ഇംഗ്ലീഷ് ആണ് പറയുന്നത്. ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ. ദ ഇൻഹാബിറ്റൻസ് ഓഫ് അവർ വില്ലേജ് ക്ലെയിം ദാറ്റ് pedestrians have no choice but to risk their lives crossing the dangerous road as there is dash a pedestrian bridge dash a cross walk. ഇവിടെ നമുക്ക് ഇടയിൽ എന്നാണ് വരുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ? ഏതാണ് വേറെ നോക്കി? നെയ്തർ അല്ലെ? നെയ്തർ. ഡേഞ്ചറസ് റോഡ് as there is neither a pedestrian bridge nor a cross walk എന്നാണ് വരുന്നത്. 51 C ആണ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, they will demolish the entire block change into voice. വോയിസിലേക്ക് ചേഞ്ച് ചെയ്യാൻ അല്ലെ? വോയിസ് ചേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതാണ് വരുന്നത്? The entire block will be demolished. Next, don't come and see me today. I would rather you dash tomorrow. ഏതാ വരുന്നത്? Came to. Rather you came tomorrow. Next question, don't be naughty. Madhav said എന്ന് പറഞ്ഞിട്ട് എന്താണ് പറയുന്നത്? മാധവ് എന്നാണ് പറയുന്നത്. Don't be naughty നമ്മൾ എന്താ പറയാ?
എന്നാ പറയാം? നോട്ട് ടു ബി നോട്ടി അല്ലെ. ഡോണ്ട് ബി എന്ന് പറയുമ്പോൾ ഡോണ്ട് നമ്മ നോട്ട് ടു എന്നാണ് പറയാ. നോട്ട് ടു ബി നോട്ടി. നെക്സ്റ്റ്, രാമ ആൻഡ് കൃഷ്ണ ആർ ബ്രദേഴ്സ് ഇൻ ദി സെന്റൻസ് ആൻഡ് ഈസ് ആൻഡ് എന്ന് പറയുന്നത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? കൺജങ്ഷൻ ആണ്. ദ സിനോണിം ഓഫ് ഇംപെർട്ടിനന്റ്. ഇംപെർട്ടിനന്റ് സിനോണിം ആണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഇൻഫാലിബിൾ. ഇൻഫാലിബിൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്ലൂറൽ ഫോം ഓഫ് ദ വേർഡ് സെറം. സെറമിന്റെ പ്ലൂറൽ ഫോം ആണ് ചോദിച്ചിരിക്കുന്നത്. ഇതാണ് സെറിയാണ് അല്ലെ. സെറിയാണ് വരുന്നത്. ദ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ് എമംഗ് ദ ഫോളോയിങ് ഈസ്. ബെനഫിറ്റിന്റെ കറക്റ്റ് സ്പെല്ലിംഗ് തന്നിരിക്കുന്നത് ഏതാണ്? ബെനഫിറ്റഡ്. ബെനഫിറ്റഡ്. നെക്സ്റ്റ്, ഐ ഹാവ് എ ഡാഷ് ഹെഡേക്ക് ആൻഡ് ഡാഷ് സോർ ത്രോട്ട്. എന്താണ് ഐ ഹാവ് എന്ന് പറഞ്ഞിട്ട് എന്താ വരാ അവിടെ? ഐ ഹാവ് എ ഹെഡേക്ക് ആൻഡ് എ സോർ ത്രോട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മിസ്റ്റർ ആൻഡ് മിസ്സിസ് സ്മിത്ത് ഡാഷ് അറ്റൻഡിങ് ദാറ്റ് കോൺഫറൻസ് ഫോർ മെനി ഇയേഴ്സ്. മിസ്റ്റർ ആൻഡ് മിസ്സിസ് സ്മിത്ത് എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് വരാ? have been. Have been. Mr. and Mrs. Smith have been attending that conference for many years. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പരിഭാഷപ്പെടുത്തുക. മലയാളമാണ്. പ്രസൻസ് ഓഫ് മൈൻഡ് എന്താണ്? പ്രസൻസ് ഓഫ് മൈൻഡ് മനസ്സാന്നിധ്യമാണ് അല്ലെ. മനസ്സാന്നിധ്യം എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒറ്റപ്പദമാക്കുക. ജനകന്റെ മകൾ. ജനകന്റെ മകൾ എന്ന് പറയുന്നത് ആരാണ്? ജനകന്റെ മകൾ എന്നാ പറയുന്നത് ജാനകി അല്ലെ. ജനകന്റെ മകൾ ആരാണ്? ജാനകിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലോപസന്ധിക്ക് ഉദാഹരണം കണ്ടെത്തുക. ലോപസന്ധിക്ക് ഉദാഹരണം കണ്ടെത്തി എഴുതുക. ഏതാണ് ലോപസന്ധി എന്ന് പറയുന്നത്? വന്നില്ല. വന്നില്ല. ശരിയായ പദം കണ്ടെത്തി എഴുതുക. തിരശ്ചീനം. തിരശ്ചീനം നമ്മൾ മലയാളം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എന്ന് പറഞ്ഞിട്ട് 2 ക്ലാസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ക്ലാസ്സുകൾ കാണാം. അതിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഇതൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് വന്ന ക്വസ്റ്റ്യൻ ഉണ്ട്. അതിൽ ചോദിച്ചിരിക്കുന്ന എല്ലാ ക്വസ്റ്റ്യനും റിപ്പീറ്റ് ആയിട്ട് വന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. ഓക്കെ, ശരിയായ പദം ഏതാണ്? തിരശ്ചീനം എന്നാണ് അല്ലെ. തിരശ്ചീനം എന്നാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നദി എന്ന പദത്തിന് സമാനമായ പദം ഏതാണ്? നദി എന്ന പദത്തിന് സമാനമായ പദം ഏതാണ്? ഏതാണ്? വാഹിനി. വാഹിനി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പൂജക ബഹുവചനത്തിന് ഉദാഹരണം എഴുതുക. പൂജക ബഹുവചനത്തിന് ഉദാഹരണം തന്നിരിക്കുന്നതിൽ ഏതാണ്? താങ്കൾ. നെക്സ്റ്റ്, വിൻ പ്ലസ് സ്ഥലം ചേർത്ത് എഴുതിയാൽ എന്താണ്? വിൻ പ്ലസ് സ്ഥലം ചേർത്ത് എഴുതിയാൽ എന്താണ് വരുന്നത്? വിണ്ടൽ അല്ലെ. വിണ്ടലം എന്നാണ് വരുന്നത്. വിണ്ടലം എന്നാണ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിണ്ടലം. നെക്സ്റ്റ്, തന്നിരിക്കുന്നതിൽ നിന്നും പുല്ലിംഗ ശബ്ദം കണ്ടെത്തി എഴുതുക. പുല്ലിംഗം എന്ന് പറയുന്നത് ഏതാണ്? മിടുക്കർ അല്ലെ. മിടുക്കർ എന്ന് പറയുന്നതാണ് പുല്ലിംഗം. പ്രയോജക ക്രിയയ്ക്ക് ഉദാഹരണം എഴുതുക. പ്രയോജക ക്രിയയ്ക്ക് ഉദാഹരണം ഏതാണ്? ഓടിക്കുന്നു. ഓടിക്കുന്നു. നെക്സ്റ്റ്, കാണാൻ ആഗ്രഹിക്കുന്ന ആളെ നടത്തം വരുന്ന ഒറ്റപ്പദം ഏതാണ്? കാണാൻ ആഗ്രഹിക്കുന്നയാളെന്നാ പറയുന്നത്? ഏതാ പറയുന്നത്? ദിദൃക്ഷു അല്ലെ. ദിദൃക്ഷു എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, മാത്സ് ആണ്. മാത്സ് ചെയ്ത് നോക്കിയിട്ട് ആൻസർ കണ്ടെത്താട്ടോ. നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ മാത്രം പറഞ്ഞു പോവാം. ഒരു ക്ലാസ്സിലെ 30 കുട്ടികളുടെ ശരാശരി വയസ്സ് 10 ആണ്. ടീച്ചറെയും കൂടി ചേർത്തപ്പോൾ ശരാശരി വയസ്സ് 11 എങ്കിൽ ടീച്ചറുടെ വയസ്സ് എത്രയാണ്? 41 ആണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ്, 2/5, 3/4, 8/9, 5/7 ഇതിൽ ഏറ്റവും വലിയ ഭിന്നസംഖ്യ ഏതാണ്? അപ്പൊ ഇതില് ക്വസ്റ്റ്യൻസ് മാത്രം ഞാൻ പറഞ്ഞു പോവാ. ഇത് ആൻസർ ചെയ്തിട്ട് ആ കറക്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടിട്ട് ആൻസർ താഴെ കമന്റ് ചെയ്യട്ടോ. ഞാൻ കറക്റ്റ് ആൻസർ ഞാൻ ക്ലാസ് കഴിഞ്ഞാൽ അത് കമന്റ് ചെയ്തതിനു ശേഷം ഞാൻ പിന്നീട് വെക്കാം. അതായിരിക്കും ശരി അല്ലെ. അപ്പൊ അങ്ങനെ ചെയ്യാം. അപ്പൊ ഞാൻ ക്വസ്റ്റ്യൻ മാത്രം പറഞ്ഞു പോവാട്ടോ. അപ്പൊ 71 ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നെക്സ്റ്റ് 72, 2/5, 3/4, 8/9, 5/7 ഇവയിൽ ഏറ്റവും വലിയ ഭിന്നസംഖ്യ ഏതാണ്? 72ാമത്തെ ക്വസ്റ്റ്യൻ. ഓപ്ഷൻ നോക്കാം, ആൻസർ എഴുതാട്ടോ. 73, തന്നിരിക്കുന്ന വാക്കുകളെ ഇംഗ്ലീഷ് നിഘണ്ടുവിലേതുപോലെ ക്രമീകരിച്ചാൽ 4ാമത് വരുന്ന വാക്ക് ഏതാണ്? ഏതാണ്? ക്ലൗഡ്, ക്ലവർ, കേബിൾ, കേക്ക്. നെക്സ്റ്റ് 74, തന്നിരിക്കുന്ന പദങ്ങളെ അർത്ഥവത്തായി ക്രമീകരിക്കുക. മേശ, മരം, തടി, വിത്ത്, ചെടി. 75, എന്ന് പറയുന്നത് അധികമാണ്. ബി ന്യൂനം, സി ഗുണനമായാൽ തന്നിരിക്കുന്നതിന്റെ വില എത്രയാണ് എന്ന് കമന്റ് ചെയ്യാം. നെക്സ്റ്റ്, 10 വർഷം മുമ്പ് അച്ഛന്റെ പ്രായം മകൻ പ്രായത്തിന്റെ 4 മടങ്ങായിരുന്നു. ഇപ്പോൾ മകന്റെ പ്രായം 24 വയസ്സാണെങ്കിൽ അച്ഛന്റെ ഇപ്പോഴത്തെ വയസ്സ് എത്രയാണ് എന്ന് പറയുന്നത് കമന്റ് ചെയ്യാം. 77, ഒറ്റയാനയെ കണ്ടെത്തുക. 78, സമചതുരാകൃതിയായ ഒരു സ്ഥലത്തിന് എത്രയാണ്? 9,2,1,6 കേട്ടോ. 9,2,1,6 ചതുരശ്ര മീറ്റർ പരപ്പളമാണുള്ളത്. ഇതിന് ഒരു വശത്തിന് എത്ര മീറ്റർ നീളമുണ്ട്? 9,216 ചതുരശ്ര മീറ്റർ പരപ്പളമാണുള്ളത്. ഇതിന്റെ ഒരു വശത്തിന് എത്ര മീറ്റർ നീളമുണ്ട്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
76:63 124:x ആയാൽ എക്സിന്റെ വില എത്രയാണ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 12,000 രൂപ വീതം 2 മേശ വെച്ചപ്പോൾ ഒരു മേശയ്ക്ക് 20% ലാഭവും രണ്ടാമത്തെ മേശയ്ക്ക് 20% നഷ്ടവും വന്നാൽ കച്ചവടത്തിൽ ആകെ ലാഭനഷ്ട കണക്കുകൾ തന്നിരിക്കുന്നതിൽ ഏതാണ്? ഓക്കെ, അപ്പൊ നമ്മൾ 70 തൊട്ട് 71 മുതൽ 80 വരെയുള്ള ക്വസ്റ്റ്യൻസ് കമന്റ് ചെയ്യാട്ടോ. ഞാൻ അതിന്റെ കറക്റ്റ് ആൻസർ പിന്നീട് വെക്കാം. അപ്പൊ നമുക്ക് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിമുക്തി മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾക്ക് സിവിൽ എക്സൈസ് ഓഫീസറുമായി ബന്ധപ്പെടുന്ന സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ശരിയായതാണ് ചോദിച്ചിരിക്കുന്നത്. 2016 നവംബർ 20-നാണ് വിമുക്തി പദ്ധതി കേരള മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തത്. വിമുക്തി പദ്ധതി 2016 നവംബർ 20-നാണ് അല്ലെ കേരള മുഖ്യമന്ത്രി തിരുവനന്തപുരത്താണ് ഉദ്ഘാടനം ചെയ്തത്. ശരിയാണ്. വിമുക്തി പദ്ധതിയുടെ സംസ്ഥാന ചെയർമാൻ മുഖ്യമന്ത്രിയാണ്, അതും ശരിയാണ്. സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള പ്രചാരണം വിമുക്തി പദ്ധതിയിൽ അനുവദനീയമാണ്. ശരിയാണ്. സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള പ്രചാരണം വിമുക്തി പദ്ധതിയിൽ അനുവദനീയമാണ്. നാളത്തെ കേരളം ലഹരിമുക്തനാവുക കേരളം എന്നാണ് വിമുക്തി പദ്ധതിയുടെ ലക്ഷ്യമെന്ന് പറയുന്നതാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇതിൽ ശരിയായിട്ടുള്ളത് 1, 2, 3 ഈ 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് വരുന്നില്ല കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പുകയില ഉൽപ്പന്നങ്ങൾ, സിഗരറ്റ് എന്നിവയുമായി പരസ്യ നിരോധനവുമായി ബന്ധപ്പെട്ട COTPA ആക്ടിലെ കോട്പ ആക്ടിലെ വകുപ്പ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പുകയില ഉൽപ്പന്നങ്ങളും സിഗരറ്റ് എന്നിവയുടെ പരസ്യ നിരോധനവുമായി ബന്ധപ്പെട്ട ആക്ട് ആണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? വകുപ്പ് 5 വകുപ്പ് 5. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിദ്യാർത്ഥികളുടെ ലഹരി ഉപയോഗം തടയാനും നേർവഴിക്ക് നടത്താനും അധ്യാപകരെ കൂടി പങ്കാളികളാക്കി സംസ്ഥാന എക്സൈസ് ആരംഭിച്ച പദ്ധതി ഇതാണ്. വിദ്യാർത്ഥികളെ ലഹരി ഉപയോഗം തടയാനും നേർവഴിക്ക് നടത്താനും വേണ്ടി അധ്യാപകരെ കൂടി പങ്കാളികളാക്കിയിട്ട് സംസ്ഥാന എക്സൈസ് ആരംഭിച്ച പദ്ധതി ഇതാണ്. നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടാണല്ലേ, നേർവഴിയാണ്. ഇന്ത്യൻ നിർമ്മിതമോ വിദേശ നിർമ്മിതമോ ആയ വിദേശ മദ്യത്തിന് ഇന്ത്യയിൽ വിൽക്കാൻ കഴിയുന്ന കുറഞ്ഞ ഗാഢത എത്രയാണ്? ഗാഢത എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്രയാണ്? 35 35 kg ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിദേശ മദ്യം കൈവശം വെക്കുന്നതിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് ഏതാണ്? അബ്കാരി നിയമത്തിലെ വകുപ്പാണ് ചോദിച്ചിരിക്കുന്നത്. ഇതാണ് 13(2). നിങ്ങളൊരു അബ്കാരി ഓഫീസർ ആണെങ്കിൽ താഴെ പറയുന്ന സന്ദർഭത്തിൽ ഏത് അബ്കാരി നിയമപ്രകാരം നിങ്ങൾ കേസെടുക്കും ചോദിച്ചിട്ടുണ്ട്. 23 വയസ്സിന് മുകളിൽ പ്രായമുള്ള എന്ന വ്യക്തി എക്സ് എന്ന ബിവറേജ് ഷോപ്പിൽ നിന്നും സ്വന്തം ആവശ്യത്തിനായി 2 തവണയായി 6 ലിറ്റർ IMFL വാങ്ങുന്നുണ്ട്. നിങ്ങളുടെ പരിശോധന വേളയിൽ പിടികൂടുന്നുണ്ട് എങ്കിൽ ഏത് വകുപ്പ് വേണം ചോദിച്ചിരിക്കുന്നത്? ഏതാണ്? വകുപ്പ് 13 നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലോക പുകയില വിരുദ്ധ ദിനം എന്നാണ്. ലോക പുകയില വിരുദ്ധ ദിനം എന്നാണ് മെയ് 31-നാണ്. കേരളത്തിൽ മദ്യം ഉപയോഗിക്കാൻ വേണ്ട കുറഞ്ഞ പ്രായം എത്രയാണ്? കേരളത്തിൽ മദ്യം ഉപയോഗിക്കാൻ വേണ്ട കുറഞ്ഞ പ്രായം എത്രയാണ്? 23 വയസ്സാണ്. 23 വയസ്സാണ്. വുഡ് സ്പിരിറ്റ് എന്നറിയപ്പെടുന്ന ഏതാണ്? വുഡ് സ്പിരിറ്റ് എന്നറിയപ്പെടുന്ന ഏതാണ്? വുഡ് സ്പിരിറ്റ് എന്നറിയപ്പെടുന്ന ഏതാണ്? മെത്തനോൾ ആണ് കേട്ടോ. മെത്തനോൾ ആണ്. കല്ലുവാതുക്കൽ വിഷമദ്യ ദുരന്തം ഉണ്ടായ വർഷം ഏതാണ്? കല്ലുവാതുക്കൽ വിഷമദ്യ ദുരന്തം ഉണ്ടായ വർഷം ഏതാണ്? 2000-ലാണ്. നെക്സ്റ്റ്. വിമുക്തി ജില്ലാതല എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ താഴെ പറയുന്നവരിൽ ആരെല്ലാം അംഗങ്ങളാണ്? വിമുക്തിയുമായി ബന്ധപ്പെട്ടിട്ടാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. ജില്ലാതല എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ താഴെ പറയുന്ന ആരെല്ലാം അംഗങ്ങളാണ്? ആരൊക്കെയാണ് അംഗങ്ങൾ എന്ന് പറയുന്നത്? ആരൊക്കെയാണ്? ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, ജില്ലാ കളക്ടർ, ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ എന്നിവയ്ക്ക് എന്താണ്? എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുള്ള അംഗങ്ങളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കോട്പ ആക്ടിലെ വകുപ്പ് 6, വകുപ്പ് 6B എന്നീ വ്യവസ്ഥകൾ ലംഘിക്കുന്ന ഏതൊരാൾക്കും ലഭിക്കുന്ന ശിക്ഷയെ പറ്റി പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ്? ഏത് വകുപ്പാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്? വകുപ്പ് 24. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ENA ഇറക്കുമതിക്കായി അപേക്ഷ സമർപ്പിക്കുന്ന ഫോറം ഏതാണ്? ENA ഇറക്കുമതിക്കായി അപേക്ഷ സമർപ്പിക്കുന്ന ഫോറം ഏതാണ്? ഫോറം 4A. ഫോറം 4A. നെക്സ്റ്റ്. 100% പ്രൂഫിൽ എത്ര ശതമാനം ആൽക്കഹോൾ അടങ്ങിയിട്ടുണ്ടായിരിക്കും? 100% പ്രൂഫിൽ എത്ര ശതമാനം ആൽക്കഹോൾ അടങ്ങിയിട്ടുണ്ടായിരിക്കും? എത്ര ശതമാനമാണ് ആൽക്കഹോൾ ഉണ്ടായിരിക്കുന്നത്? എത്രയാണ്? 50%. 50%. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് അഥവാ മാദക വസ്തുക്കൾ എന്നത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്? സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് അഥവാ മാദക വസ്തുക്കൾ എന്ന് പറയുന്നത് എന്താണ്? NDPS നിയമത്തിന്റെ ഷെഡ്യൂൾ പ്രകാരം ലഹരി വസ്തുക്കളുടെ മാദക വസ്തുക്കളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പദാർത്ഥങ്ങളെയാണ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് അല്ലെങ്കിൽ മാദക വസ്തുക്കൾ എന്ന് അറിയപ്പെടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2 കഞ്ചാവ് ചെടികൾ നട്ടു വളർത്തിയാൽ NDPS ആക്ട് പ്രകാരം ലഭിക്കുന്ന ശിക്ഷ എന്താണ്?
2 കഞ്ചാവ് ചെടികളാണ് നട്ടു വളർത്തുന്നുണ്ടെങ്കിൽ എന്ത് ശിക്ഷയാണ് ലഭിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്ത് ശിക്ഷയാണ് ലഭിക്കുക? 10 വർഷം വരെ തടവും 1 ലക്ഷം രൂപ വരെ പിഴയും. നെക്സ്റ്റ് MDMA സ്മോൾ ക്വാണ്ടിറ്റി അളവ് എത്രയാണ്? MDMA സ്മോൾ ക്വാണ്ടിറ്റി അളവ് എത്രയാണ്? 0.5 ഗ്രാം. 0.5 ഗ്രാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, NDPS ആക്ട് പ്രകാരം ദേഹപരിശോധന നടത്തി കഴിഞ്ഞാൽ എത്ര മണിക്കൂറിനകം മേലുദ്യോഗസ്ഥർ റിപ്പോർട്ട് സമർപ്പിക്കണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്രയാണ്? 72 മണിക്കൂർ. 72 മണിക്കൂർ. നെക്സ്റ്റ്, അബ്കാരി നിയമത്തിൽ അബ്കാരി റവന്യൂവിന് നിർവചനം നൽകുന്ന വകുപ്പ് ഏതാണ്? അബ്കാരി നിർവചനം നൽകുന്ന വകുപ്പ് ഏതാണ്? 3.1 3.1. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നിലവിലെ എക്സൈസ് വകുപ്പ് മന്ത്രി ആരാണ്? നിലവിലെ എക്സൈസ് വകുപ്പ് മന്ത്രി ആരാണ്? NV രാജേഷ് ആണ്. അപ്പൊ ഇത്രയൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ടായിരുന്നത്. അപ്പോ നമുക്ക് മാത്സ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് പറഞ്ഞിട്ടില്ല. ആ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് കമന്റ് ചെയ്യാം കേട്ടോ. അപ്പൊ അടുത്ത ക്ലാസ് ആയിട്ട് വീണ്ടും കാണാം. ക്ലാസ്സിൽ ഇഷ്ടപ്പെടാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം കേട്ടോ.